അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരുപാട് സലാത്ത് ചൊല്ലാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് സലാത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ ചൊല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. വലിയ മഹത്വമുള്ളൊരു സലാത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വലിയ മഹത്വമുള്ളൊരു സലാത്ത്. ഈ സലാത്ത് വേദനയുള്ളവർ, ശാരീരികമായി വേദനയുള്ളവർ ഈ സലാത്ത് ചൊല്ലണം. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വേദനയുണ്ട് എങ്കിൽ 100 വട്ടം ഈ സലാത്ത് ചൊല്ലി ആ ഭാഗത്ത് ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദനകൾ മാറ്റുന്നതാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ സലാത്തിന്റെ മഹത്വം ധാരാളം പറഞ്ഞിട്ടുണ്ട്. വയറുവേദന ഉള്ളവർ ഈ സലാത്ത് വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക. അതുപോലെ പ്രസവവേദന വരാത്ത സ്ത്രീകൾക്ക് പ്രസവവേദന വരാൻ ഒരു പ്ലേറ്റിൽ അറബി മഷി കൊണ്ട് ഈ സലാത്ത് ഒരു വട്ടം എഴുതിയിട്ട് അതിനെ മാറ്റി ഗർഭിണിയെ കുടിപ്പിച്ചാൽ സുഖപ്രസവം നടക്കും. അങ്ങനെ വലിയ മഹത്വമുള്ള ഒരു സലാത്താണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും എൻ്റെ മേൽ ഒരു ദിവസം 100 സലാത്ത് ചൊല്ലിയാൽ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു ദിവസം 100 സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന് 10 ലക്ഷത്തോളം നന്മകൾ രേഖപ്പെടുത്തുന്നതാണ്. 10 ലക്ഷം തിന്മകളും അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. ഒരു ഹദീസിൽ പ്രകാരം കാണാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അവന് 10 നന്മകൾ രേഖപ്പെടുത്തുന്നതാണ്. അതുപോലെ അല്ലാഹു 10 തിന്മകൾ മായ്ക്കപ്പെടുത്തുന്നതാണ്. 10 പദവികൾ അല്ലാഹു ഉയർത്തപ്പെടുന്നതാണ്. 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു അവനിക്ക് നൽകുന്നതാണ്. തീർന്നില്ല സഹോദരങ്ങളെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ 3 ദിവസത്തേക്ക് അവന്റെ പാപങ്ങൾ എഴുതരുതേ എന്ന് റഖീബ് അതീദ് എന്ന മലക്കിനോട് അല്ലാഹു കൽപ്പിക്കും എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബിന്റെ പേര് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ഒരു സലാത്ത് നമ്മൾ ചൊല്ലിയാൽ 3 ദിവസത്തേക്ക് നമ്മുടെ പാപങ്ങൾ അല്ലാഹു എഴുതപ്പെടലേ എന്ന് റഖീബ് അതീദിനോട് അല്ലാഹു പറയുന്നതാണ്. അതാണ് റസൂലുള്ളാഹിന്റെ സലാത്തിന്റെ പവർ. ഹബീബായ റസൂലുള്ളാഹിന്റെ മേലുള്ള സലാത്തിന്റെ പവർ അതാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തീർന്നില്ല സഹോദരങ്ങളെ, നോക്കൂ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നീ ഒരു സലാത്ത് ചൊല്ലിയാൽ നിന്റെ മേൽ 10 സലാത്ത് ചൊല്ലാൻ അല്ലാഹുവിന്റെ മേൽ ബാധ്യതയായി കണ്ട ഒരു സലാത്ത് നമ്മൾ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ 10 സലാത്ത് ചൊല്ലാൻ ബാധ്യതയായി. നോക്കൂ സഹോദരങ്ങളെ, എത്ര പുണ്യമുള്ള പ്രവർത്തനമാണ് സലാത്ത്. നാം അശ്രദ്ധയായി ചൊല്ലിയാൽ പോലും പ്രതിഫലം ലഭിക്കുന്ന ഒരു അമലാണ് സലാത്ത്. നിങ്ങൾക്ക് സലാത്ത് എങ്ങനെയെല്ലാം ചെല്ലാൻ കഴിയും? ഒരുപാട് രീതിയിൽ നമുക്ക് സലാത്ത് ചെല്ലാൻ കഴിയും. നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ സലാത്ത് ചെല്ലാൻ നമുക്ക് കഴിയും. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴെല്ലാം സലാത്ത് ചൊല്ലാൻ നമുക്ക് കഴിയുന്നതാണ്. നിങ്ങൾ ഒരു 10 സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു നിങ്ങളുടെ മേൽ 100 സലാത്ത് അല്ലാഹു ചൊല്ലുന്നതാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് ലഭിക്കാൻ കാരണമാകുന്നതാണ്. 10 സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു 100 സലാത്ത് ചൊല്ലും. അല്ലേ? പടച്ചവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് ലഭിക്കാൻ അതൊരു കാരണമാണ്. നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹു തിരിച്ചു ചെയ്യുന്ന ഒരു അമൽ സലാത്താണ്. നമ്മൾ നിസ്കരിച്ചാൽ അല്ലാഹു തിരിച്ച് നിസ്കരിക്കുകയില്ല. നമ്മൾ ഹജ്ജ് ചെയ്താൽ അല്ലാഹു തിരിച്ച് ഹജ്ജ് ചെയ്യില്ല. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി നമ്മൾ സലാത്ത് ചെല്ലുമ്പോൾ അല്ലാഹു നമുക്ക് വേണ്ടി സലാത്ത് ചെല്ലുന്നതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, സലാത്തിന് 10 സ്വഭാവമുണ്ട്. ഒന്നാമത്തേത് അല്ലാഹു ചെയ്യുന്ന പ്രവൃത്തിയോട് യോജിച്ചു വരുന്നതാണ്. അല്ലാഹു ചെയ്യുന്ന പ്രവൃത്തിയോട് സലാത്ത് യോജിച്ചു വരും.
പടച്ചറബിന്റെ മാലാകമാരുടെ പ്രവൃത്തി നമ്മൾ തുടരുകയാണ്. സലാത്ത് ചെല്ലുന്നത് മുനാഫിഖീങ്ങൾക്ക് കാഫിരീങ്ങൾക്ക് എതിരാണ്. സലാത്ത് ചെല്ലുന്നത് കാഫിറുകൾക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം മുനാഫിഖീങ്ങളും കാഫിരീങ്ങളും ഒരിക്കലും സലാത്ത് ചെല്ലില്ല. അവർക്കിതൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മുനാഫിഖീങ്ങൾ എന്ന് പറയുന്നത് അവർ നമസ്കരിക്കുന്നവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്, അവൻ എല്ലാ സുന്നത്തുകളും ചെയ്യുന്നവരാണ്. പക്ഷേ മുനാഫിഖ് എന്ന് പറയുന്നത് നബിതങ്ങൾ നമസ്കാരത്തിനായി മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇമാമത്ത് നിൽക്കാൻ കടന്നു വരുന്ന വേളയിൽ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാം സഫ് നേരെയാക്കണേ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇമാമത്തിനായി കടന്നു വരുന്നുണ്ട് എന്ന് സഹാബിമാരോടായി വിളിച്ചു പറയുകയാണ്. അങ്ങനെ വിളിച്ചു പറയുന്ന നിസ്കാരമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ അവൻ നരകത്തിന്റെ അടിത്തട്ടിലാണ്. കാരണം എന്തെന്നറിയാമോ? അവൻ മുനാഫിഖാണ്. അവൻ നമസ്കരിക്കുന്നവനാകാം, നോമ്പ് പിടിക്കുന്നവനാകാം, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നവനാണ്. പക്ഷേ അവന്റെ ഹൃദയമുണ്ടല്ലോ, അത് അല്ലാഹുവുമായിട്ടുള്ള ബന്ധം ഇല്ലാത്തവനാണ്. അല്ലാഹുവുമായിട്ട് അവന്റെ ഖൽബിൽ ബന്ധമില്ല. നോക്കണേ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ സഫുകൾ നേരെയാക്കുന്ന മനുഷ്യൻ പോലും അല്ലാഹുവുമായിട്ടുള്ള ബന്ധമില്ലാത്തത് കൊണ്ട് നരകത്തിലാണ്. അപ്പോൾ സലാത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടും പൂർത്തിയാക്കപ്പെട്ട ഒരു അമലാണ്. അപ്പൊ മുനാഫിഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വേറെന്തുവാണ്. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ഈ നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, സദഖയൊക്കെ ചെയ്യുന്നവർ തന്നെ. പക്ഷേ മതിയായ വിശ്വാസം അല്ലാഹുവിൽ അവനില്ല. മതിയായ വിശ്വാസം അവൻ അല്ലാഹുവിൽ കൽപ്പിക്കാത്തവനാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പൗരുഷം നിറഞ്ഞ ചെറിയൊരു സലാത്തിനെ കുറിച്ചാണ്. ഈ സലാത്തിന്റെ പേര് ഷാഫിൽ അലലി എന്നാണ്. വേദനകളില്ലാതെ ആക്കി മാറ്റുന്ന സലാത്ത്. ഞാൻ ആദ്യം പറഞ്ഞു, വേദനകളില്ലാതെ ആക്കി മാറ്റുന്ന ഒരു സലാത്താണ് ഈ സലാത്ത്. മുഅ്മിനീങ്ങളെ, നമുക്ക് ശാരീരികമായി വേദന ഉണ്ടെങ്കിൽ, ശരീരത്തിൽ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ, മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ ഈ സലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ ശരീരത്തിലുള്ള വേദനകളെ ഇല്ലാതാക്കി മാറ്റുന്ന സലാത്താണ്. ഈ സലാത്തിനെ പറ്റിയാണ് പറയുന്നത്. എനിക്ക് പറയാനും നിങ്ങൾക്കത് കേൾക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത്ര മഹത്വമുള്ളൊരു സലാത്താണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ ഈ സലാത്ത് 100 പ്രാവശ്യം, ഈ സലാത്ത് 100 പ്രാവശ്യം ചൊല്ലി ആ ഭാഗത്തോതിയാൽ വേദന പെട്ടെന്ന് മാറുന്നതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മന്ത്രിച്ച് തീർക്കണമെങ്കിൽ 3 വട്ടം ചൊല്ലുക. വയറുവേദന ഉള്ളവർ വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക. വയറുവേദന ഉള്ളവർ ഈ സലാത്ത് വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക. പ്രസവവേദന വരാത്ത സ്ത്രീകൾക്ക് പ്രസവവേദന വരാൻ ഒരു പ്ലേറ്റിൽ അറബി മഷി കൊണ്ട് ഈ സലാത്ത് 1 വട്ടം എഴുതിയിട്ട് അതിനെ വാച്ച് ഗർഭിണിയെ കുടിപ്പിച്ചാൽ സുഖപ്രസവം നടക്കുന്നതാണ് എന്ന് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും മഹത്വമുള്ള സലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകമായ ഹബീബിൽ മഹ്ബൂബ്, രോഗം ശിഫപ്പെടുത്തുന്ന ആള്, അതിനുവേണ്ടി അള്ളാഹുവിനോട് പറയുന്ന ആള്, ദുഃഖങ്ങളില്ലാതെ ആക്കുന്ന ആള് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്ന ഒരു സലാത്താണ്. ആ നിലയ്ക്ക് വലിയ ദുഃഖങ്ങളുള്ളവർ, ഭയമുള്ളവർ, കച്ചവടം തുടങ്ങുമ്പോൾ കച്ചവടത്തിനായി ആളുകൾ വരുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർ ഈ സലാത്ത് 100 വട്ടം ചൊല്ലുക. ഈ സലാത്ത് ഇതാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. സലാത്ത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഹബീബിൽ മഹ്ബൂബ് ശാഫിൽ ഇലലി വമുഫരിജിൽ ഖുറൂബി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഹബീബിൽ മഹ്ബൂബ് ശാഫിൽ ഇലലി വമുഫരിജിൽ ഖുറൂബ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
وسلم. اللهم صل على سيدنا محمد الحبيب المحبوب شافي العلل ومفرج الكروب وعلى آله وصحبه وسلم. അപ്പോൾ ടെൻഷനുള്ളവർ, വേദനയുള്ളവർ, ക്ഷീണം, തളർച്ചയുള്ളവർ ഈ സലാത്ത് കഴിവതും ഒരു ദിവസം 100 വട്ടം ചെല്ലുക. അതിന് സാധിച്ചില്ലെങ്കിൽ 3 വട്ടം ഓതി വെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു ടെൻഷനുകളും വേദനകളും മാറ്റിത്തരുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസമുള്ളവർ, ഞെരുക്കമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ, ടെൻഷനുള്ളവർ ഈ സലാത്ത് ധാരാളം ചെല്ലുക. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സലാത്ത് അത് സർവ്വ കാര്യങ്ങളും നമുക്ക് തുറന്നു തരുന്ന ഒരു സലാത്താണ്. ജീവിതത്തിൽ ഞെരുക്കമുണ്ടോ, വേദനയുണ്ടോ, പ്രയാസമുണ്ടോ, ടെൻഷനുണ്ടോ, വിഷമമുണ്ടോ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ സലാത്ത് നിങ്ങൾ അധികരിപ്പിക്കുക. റഹ്മാനായ റബ്ബ് നിങ്ങളുടെ സർവ്വ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുന്നതാണ്. പടച്ചവനെ, ഖാലിഖായ റബ്ബേ, ഞങ്ങൾ ഈ ചൊല്ലിയ സലാത്ത് നീ ഖബൂൽ ചെയ്യണേ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദൈനാ വലിമശായിഖിനാ വലിഅസാതീദിനാ വലിഅഹ്ബാബിനാ വലിഅശായിരിനാ വലിഖബായിലിനാ വലിജീറാനിനാ വലിമൻ അഹബ്ബ വഅഹ്സന ഇലൈനാ വലിമൻ ലഹു വഖൻ അലൈനാ വലിജമീഇ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖനാ റബ്ബനാ ശർറ മാ ഖദീത്. അർഹമർ റഹീമിനായ അല്ലാഹുവേ, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മേൽ ചൊല്ലിയ സലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ഈ ചൊല്ലിയ സലാത്തുകൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ അദ്കാറുകളും സലാത്തുകളെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്തും വിജയം കൈവരിക്കുന്ന ഒരു കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാനും സർവ്വ മുസീബത്തുകളും ആപത്തുകളും ഞങ്ങൾ നീങ്ങിപ്പോകാനും ഇതെല്ലാം ഒരു കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനിന്റെ മിഥ്ല തവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോട് ഖബറിലെത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ വളർത്തിയവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ജീവിതത്തിന്റെ പല മേഖലകളിൽ ഞങ്ങളെ സഹായിച്ച മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ പലരും ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അവർക്കെല്ലാം നീ മാപ്പ് ചെയ്തു കൊടുക്കണേ പടച്ചവനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പടച്ചവനെ. അല്ലാഹുവേ, അവരെ നിങ്ങളെയും നീ സർവ്വ അപകടങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും നീ വേദനകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുണ്ട് പടച്ചവനെ, നീ ജോലി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനങ്ങളില്ലാത്തവരുണ്ട് റബ്ബേ, ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പടച്ചവനെ ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരവരെ പടച്ചവനെ, അല്ലാഹുവേ നീ അവരുടെ ദാരിദ്ര്യങ്ങൾ നീക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, കരുണക്കടലായ പടച്ചവനെ, എത്രയോ മുഅ്മിനീങ്ങൾ വലിയ വലിയ പ്രയാസത്തിൽപ്പെട്ടവരുണ്ട്. അവരെല്ലാം ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. റഹ്മാനായ റബ്ബേ, ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന ശരീരത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ, പലരും ഈ രോഗമുള്ളവരോട് പടച്ചവരെ അവരുടെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. രോഗം ശിഫയാക്കുന്നവൻ നീയാണ്, ശാഫി നീയാണ് അല്ലാഹുവേ. അവിടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ് പടച്ചവനെ. അതുപോലെ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മക്കൾക്കൊക്കെ നീ സർവ്വ അനുഗ്രഹങ്ങളും നൽകണേ അല്ലാഹ്. സർവ്വ ആപത്തുകൾ തൊട്ടും വിപത്തുകൾ തൊട്ടും അവരെ കാക്കണേ അല്ലാഹ്. എല്ലാ മുസീബത്തുകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. എല്ലാ മേഖലകളിലും അവർക്ക് ഉയർച്ച നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കൾ പലരും രോഗികളാണ് അല്ലാഹ്. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, എല്ലാ മേഖലകളിലും അവർക്ക് ഉയർച്ച
നൽകണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാ. മുസീബത്തുകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളോട് ദിക്ർ ചൊല്ലുന്ന മുഅ്മിനീങ്ങൾ അവരുടെ മക്കൾ പലരും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം സർവ്വ അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ, കച്ചവടക്കാർ ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട്. അല്ലാഹുവേ, കച്ചവടത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.